ദേശീയപാതയോരത്തെ നിർമ്മാണത്തിന് കർശന നിയന്ത്രണം. കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകളും കടകളും പ്രതിസന്ധിയിൽ. ദേശീയപാതയോരത്ത് വീട്, വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ദൂരപരിധി പുതുക്കി നിശ്ചയിച്ച് സുപ്രീം കോടതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലെ ലക്ഷക്കണക്കിന് പേരെയാണ് ഇത് ബാധിക്കുക. പുതുക്കിയ ദൂരപരിധി സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഏകീകൃത വിജ്ഞാപനം പുറപ്പെടുവിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ദേശീയപാതയുടെ മധ്യഭാഗത്തു നിന്നും ഇരുവശത്തേക്കും 40 മീറ്ററിനുള്ളിൽ വീടും 75 മീറ്റർ പരിധിയിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിർമ്മാണം അനുമതി ലഭിക്കില്ല. നിലവിലുള്ളവയുടെ കാര്യത്തിൽ പുനരവലോകനം നടത്തണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഈ പരിധിയിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി വേണ്ടിവരും. സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഏപ്രിൽ 13 ഇടക്കാല ഉത്തരവ്. കേസ് ഓഗസ്റ്റ് 17 വീണ്ടും പരിഗണിക്കും. കേരളത്തിൽ ദേശീയപാത 45 മീറ്ററിലാണ് 6 വരിയായി പുനർനിർമ്മിക്കുന്നത്. ഇതിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റെടുത്തത് 1079.66 ഹെക്ടർ. അതിൽ 27,035 നിർമ്മിതി പൊളിച്ചു നീക്കി. നേരത്തെ 30 മീറ്റർ ആയിരുന്നു പാതയിൽ. 15 മീറ്റർ കൂടി ഏറ്റെടുത്തപ്പോഴാണ് ഇത്രയും പൊളിക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണെങ്കിൽ നിലവിൽ 45 മീറ്റർ റോഡിന് പുറമെ ഇരുവശത്തുമായി ആകെ 35 മീറ്റർ സ്ഥലം ഒഴിച്ചിടേണ്ടി വരും. ദേശീയപാതയോരത്തെ 25,000 ഹെക്ടറോളം ഭൂമിയെയും ഇതിലെ ലക്ഷക്കണക്കിന് വീടുകളെയും കടകളെയും ഈ ഉത്തരവ് ബാധിക്കും. ദേശീയപാതയ്ക്ക് ഏറ്റെടുത്ത ഭൂമിയിൽ ഭാഗികമായി പൊളിച്ചു മാറ്റിയ കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചവർ കുടുങ്ങും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം കെട്ടിടങ്ങൾക്ക് നമ്പറിട്ട് കരം നിശ്ചയിക്കുകയോ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുകയോ ചെയ്യുന്നില്ല. കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കാൻ തടസ്സമില്ല. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി ആവശ്യമില്ല. എന്നാൽ വിസ്തീർണം കൂട്ടി പുതുക്കി പണിയാൻ ലൈസൻസ് വേണം. മിക്കവരും വിസ്തീർണം കൂട്ടി പണിതവരാണ്.